ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു കുർത്തി ഒന്ന് ചേഞ്ച് ചെയ്യാണ് കേട്ടോ. ഈ ടോപ്പ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ്, പക്ഷേ ഒന്നും ഇടാനായിട്ട് പറ്റാത്തൊരവസ്ഥയായി പോയിട്ടോ. കഴുത്ത് വളരെ വലുതാണ്, ഷോൾഡർ ഒരുപാട് ഇറങ്ങിപ്പോയി. നമ്മൾക്ക് ആയിട്ട് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ മാറ്റി വെച്ചതാണ് കേട്ടോ. ഇത് മേടിച്ചപ്പോൾ എനിക്ക് തയ്യൽ അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കുറേശ്ശെ തയ്യൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ടോപ്പ് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് കളയാൻ പറ്റില്ല, നമ്മൾ മേടിച്ചിട്ട് ഒരു പ്രാവശ്യം പോലും ഇടാൻ പറ്റാതെ മാറ്റി വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കളയാതെ ഞാൻ സൂക്ഷിച്ച് വെച്ചായിരുന്നാണ്. ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഇത്രയും കുഴപ്പമുള്ള സാധനം നമ്മൾ മറ്റുള്ളവർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത് ഒന്ന് വെട്ടി ഒരു ചെറിയ ടോപ്പാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള ഇറക്കം കിട്ടുമായിരുന്നു, നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ടോപ്പിനുള്ള ബോഡി പാർട്ട് നല്ലോണം തന്നെ കിട്ടി. കൈക്ക് വേണ്ടിയിട്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട വന്നു. കയ്യിലെ പാട്ടൊക്കെ വെട്ടിമാറ്റി ബോഡി പാർട്ടും വെട്ടിമാറ്റി അതിൽ നിന്നൊക്കെ കൂട്ടിച്ചേർത്തൊക്കെ കൈക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എന്തായാലും എല്ലാത്തിനും കൂടെ ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കൈക്ക് കിട്ടിയ പീസ്. ഞാൻ ഇതിനു മുമ്പ് ടോപ്പിൻ്റെ ഞാൻ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത് കറക്റ്റായിട്ടുള്ള അളവും എടുക്കുന്നതും വെട്ടുന്നതും ഒക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കൈയും കറക്റ്റായിട്ടാണ് കിട്ടിയേക്കുന്നത്. കൈ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത് വളരെ ബുദ്ധിമുട്ടി. പിന്നെ ഞാനിടുന്നതിനേക്കാളും ഇച്ചിരി കൂടെ നല്ലോണം കുറഞ്ഞ കൈയാണ്. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതിടാൻ പറ്റുമോ എന്നുള്ളത് ഇട്ട് കഴിയുമ്പോഴാട്ടോ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഒരു ചെറിയ കൈ ആയിപ്പോയി. കൈക്ക് മാത്രമാണ് അങ്ങനെ ഒരു കുറവ് വന്നിട്ടുള്ളൂ കേട്ടോ. എന്നാൽ അപ്പോൾ കൈക്ക് കുറവുള്ളതുകൊണ്ട് ഞാൻ അടിക്കണ സമയത്ത് അതിലൊരു ചെറിയ പീസ് വെച്ചാണ് മടക്കി അടിച്ചേക്കണം. അപ്പോൾ ഒട്ടും കുറവ് വരില്ലല്ലോ. അത് കാരണം ഇതുപോലൊരു പീസ് വെച്ചിട്ട് ഫസ്റ്റ് അടിച്ച് വിട്ടിട്ട് നമ്മൾ കഴുത്തടിക്കും പോലെ തന്നെ മറിച്ചിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കൈയും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൈ അടിച്ച് അത് മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് ഫ്രണ്ടിലൊരു ഈ ഒരു സാധാ ഒരു ടോപ്പായതുകൊണ്ട് ഫ്രണ്ടിൽ എന്തെങ്കിലും ഒന്നും കൊടുത്തില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ട് ഇതുപോലൊരു ചെറിയ പീസ് എടുത്ത് രണ്ട് വശത്തും അടിച്ചിട്ട് ഇതുപോലെ നമ്മൾ വള്ളിയൊക്കെ തയ്ക്കില്ലേ അതുപോലെ ഒന്ന് മറിച്ചിട്ട് ഇങ്ങനെ ഒറ്റ ഡിസൈനിലെടുത്തു. അത് നമ്മൾ ഫ്രണ്ടിൽ അങ്ങ് തയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ഇതുപോലെ യോക്ക് ഭാഗത്തിൽ തയ്ക്കുമ്പോൾ കഷ്ണം വെട്ടി മാറ്റിയിട്ട് അടിക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കിതാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള അങ്ങനെ തന്നെ അറ്റാച്ച് ചെയ്തു നടുക്കോട്ട്. പിൻ ചെയ്ത് വെച്ചാലും എനിക്കത് വശമാകുന്നില്ല. അതുകൊണ്ട് ഞാൻ നടുക്കിട്ടൊന്ന് അടിച്ചതിന് ശേഷം ഇതുപോലെ ലേസ് കുറേശ്ശെ വെട്ടി മാറ്റി ഒരേ മോഡൽ ലേസ് എടുത്ത് അപ്പുറം ഇപ്പുറം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ആ നടുക്കത്തെ വള്ളി മാറ്റാം. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് 3 മുത്തുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി അടുത്തത് കഴുത്തടിക്കലാണ്. കഴുത്തടിക്കാൻ വേണ്ടിയിട്ട് എനിക്കിത് കൈയുടെ ഭാഗം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇച്ചിരി വലിപ്പം ഉണ്ടായിരുന്നു, അത് ആദ്യം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കഴുത്തടിക്കുമ്പോൾ ഞാനിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് അടിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാട്ടോ ഞാൻ, കാരണം നമുക്ക് വലിയ ഇതിൽ അറിവൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പം മെഷീനൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട്. പിന്നെ തുടക്കക്കാർക്ക് പറ്റിയൊരു മെഷീനാണ് എൻ്റെ ഇതുപോലത്തെ ഒരു മെഷീൻ. അപ്പോൾ എൻ്റെ മെഷീൻ ചാനം മെഷീനാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വളരെ ഈസിയാണ്. ആദ്യമൊക്കെ ഒന്നും അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ഈസിയാണ്. പിന്നെ തയ്ച്ച് ഇപ്പം നല്ല സ്മൂത്തായിട്ടുണ്ട്. കഴുത്തൊക്കെ അങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യിക്കുന്ന പണിയാണ്. ഷോൾഡർ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നേരെ ഇട്ട് അങ്ങ് അടിക്കുകയാണ് ചെയ്തത്. പിന്നെ കൈയാണ്. ഇനി കൈ വെച്ച് പിടിപ്പിക്കാനായിട്ട് കുറച്ച് സൈഡായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം കൈക്ക് വലിപ്പം കുറവായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അടിക്കുന്നുള്ളൂ. പിന്നെ ഈ തുണി കുഴപ്പമില്ലാത്ത തുണിയാണെന്ന് തോന്നണം. ലൈനിങ് ഇട്ടായില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നണം കേട്ടോ. നല്ല കാണും പോലെയല്ല, പിഞ്ചി പോകണമൊന്നുമില്ല. അപ്പോൾ ഇരുന്നതിൻ്റെ ഒരു ഇതുണ്ടെന്നോ ഒരു ചുളുക്കവും കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ അതല്ലാതെ നല്ല തുണിയാണ് കേട്ടോ. ഇടാനും നല്ല ഒരു സുഖമുള്ള തുണിയാണ്. ഞാൻ പിന്നെ ഏറ്റവും അവസാനം നമ്മൾ കൂട്ടിയടിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് അടയാളപ്പെടുത്തിയിട്ട് കേട്ടോ, സ്ലിറ്റിൻ്റെ വശവും അങ്ങനെ എല്ലാം ഷേപ്പ് അടിക്കണമൊക്കെ അടയാളപ്പെടുത്തി ഞാൻ ചെയ്യാറുള്ളത്. കാരണം അല്ലെങ്കിൽ എനിക്കത് തെറ്റിപ്പോവും. ഞാൻ ഇപ്പുറ സൈഡിൽ അടിക്കണം ആ ഒരു ഇതിലല്ലായിരിക്കും അപ്പുറ സൈഡിൽ അടിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ അടയാളപ്പെടുത്തുന്നതൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ സ്ലിറ്റ് അടിക്കുന്നത് ആദ്യം ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈസി ആയിട്ടാണ് തോന്നുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ലിറ്റ് അടിക്കുന്നത്.
അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. ഇനി ഒന്ന് ഇട്ട് നോക്കാം. കൈയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, കൈയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.